കണ്ടിട്ട് നല്ല സെറ്റപ്പാ, കേറി നോക്കാം. ഇതിനകത്ത് കറണ്ട് ഇല്ലേ? ലുട്ടാപ്പി അകത്തേക്ക് കേറിയതും കുട്ടി വിക്രമൻ ആ കുന്തു എടുത്ത് ഒരൊറ്റ പോക്ക്. കേറടാ കേറ്. അമ്മേ മിന്നൽ. അകത്ത് ശബ്ദം കേട്ട് പേടിച്ച് ലുട്ടാപ്പി പുറത്തേക്ക് ഇറങ്ങി ഓടി. അയ്യോ ആരോ വരുന്നു, സ്ഥലം വിടാം. കുന്ത എവിടെ? ഹമ്പടെ കള്ള വിക്രമ. അവൻ കുന്തവും കൊണ്ട് ഓടി. വിക്രമ, എടാ വിക്രമ. വിക്രമൻ പേരിന് പറ്റിയ സ്വഭാവം. ഇന്നേരം ടൈം മെഷീനിൽ നിന്ന് വലിയൊരു ലുട്ടാപ്പി പുറത്തേക്ക് വരികയാണ്. മറ്റൊരിടത്ത് കുട്ടൂസ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഫോണിലും കിട്ടുന്നില്ല, റേഞ്ച് ഇല്ല. ഇതേ സമയം കുട്ടൂസൻ ലുട്ടാപ്പിയും കാത്തിരിക്കുകയായിരുന്നു. ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി ലുട്ടാപ്പിയെ ഇനിയും കണ്ടില്ലല്ലോ. പ്രായമായ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരം വേണ്ടേ? ഇനിയും ലേറ്റായ ഒരു വടിയും കുത്തിപ്പിടിച്ചങ്ങ് നടക്കാം. അതാരാ വരുന്നത്? അത് വലിയ ലുട്ടാപ്പിയായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞെട്ടുകയാണ്. കുട്ടൂസൻ അപ്പൂപ്പനല്ലേ? അതെ. അപ്പൂപ്പൻ ചത്തതല്ലേ? ഞാനോ? എപ്പോ? പ്രേതം. ഈ ലുട്ടാപ്പി ഒന്ന് ചെയ്യല്ലേ പ്ലീസ്. അതും പറഞ്ഞ് വലിയ ലുട്ടാപ്പി ഇതേ കിടക്കുന്നു താഴെ. ലുട്ടാപ്പിയോ? ഇതോ? കുട്ടൂസിനൊന്നും മനസ്സിലായില്ല. അപ്പതേ അങ്ങോട്ട് സാധാ ലുട്ടാപ്പി വരുന്നു. അപ്പൂപ്പാ. നീ വന്നോ? എന്താടാ ലേറ്റ് ആയത്? കുന്തം പോക്കറ്റ് അടിച്ചു പോയി. അല്ല, മോഷണം പോയെന്നേ. ഇതാരാ? ലുട്ടാപ്പിയാണെന്നാ പറഞ്ഞത്. ലുട്ടാപ്പിയോ? അപ്പൊ ഞാനാരാ? ആ പേരാ പറഞ്ഞത്. എന്നെ കണ്ടപ്പോ പ്രേതം എന്ന് പറഞ്ഞ് ബോധം കെട്ടി വീണു. അപ്പൂപ്പൻ ഇങ്ങോട്ട് നോക്കി. പ്രേതത്തിന്റെ ഷേപ്പ് ഒന്നും ഇല്ലല്ലോ. നിന്റെ കുന്തം ആരാ അടിച്ചു മാറ്റിയത്? വിക്രമൻ. അവനെ കിട്ടി അടിച്ച് ഷേപ്പ് മാറ്റണം. വിക്രമനോ? നടന്നതെല്ലാം ലുട്ടാപ്പി പറഞ്ഞു. വിക്രമൻ എന്ന പയ്യൻ, ലുട്ടാപ്പി എന്ന് പറഞ്ഞ് വേറൊരുത്തൻ. മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. വാ, നമുക്ക് കുന്തം പോയ സ്ഥലത്ത് ഒന്നുകൂടി പോയി നോക്കാം. കുന്തം പോയാ കുടത്തിൽ തപ്പണ്ടേ? വൈകാതെ അവർ ടൈം മെഷീൻ എടുത്തെത്തി. പയ്യൻ അകത്തിരിപ്പുണ്ടാവും. വാ, കേറി നോക്കട്ടെ. ഇറങ്ങി വാടാ മര്യാദയ്ക്ക്. കുന്തം കൊണ്ടുവരാൻ പറ പോപ്പാ. ഇതെന്താ സ്പാർക്ക്? ഉള്ളിലാരെയും കാണാതെ കുട്ടൂസൻ പുറത്തു വരാണ്. ആരുമില്ലടാ, അവൻ മുങ്ങി. അപ്പൊ എന്റെ കുന്തം കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പരസ്യം കൊടുത്താലോ? ലുട്ടാപ്പിയും കുട്ടൂസനും തിരിച്ചുപോയി. എന്നാൽ ആരുമില്ലാന്ന് കുട്ടൂസൻ പറഞ്ഞത് തെറ്റായിരുന്നു. ടൈം മെഷീനകത്തുനിന്ന് വേറൊരു കുട്ടൂസൻ പുറത്തിറങ്ങി. അതേസമയം മറ്റൊരിടത്ത് ഡാഗിനി അമ്മൂമ്മ. രാജു അല്ലേ അത്? ഇവനെന്താ ഒറ്റയ്ക്ക്? നിൽക്കടാ അവിടെ. ബിംബോ മയങ്ങട്ടെ. ഹിഹി, ഇനി നീ മായാവിയെ വിളിക്കില്ല. വാടാ എന്റെ പിന്നാലെ. ഉറക്കത്തിൽ നടക്കുന്നത് പോലെ രാജു ഡാഗിനിയെ പിന്തുടർന്നു. നിന്നെ കാട്ടിൽ പൂട്ടിയിടും. അത് കഴിഞ്ഞ് രാധയെ പിടിക്കും. ഹിഹി. ഇവിടെ റൂം ഉണ്ടായിരുന്നോ? എങ്കിൽ ഇവിടെ മതി, കേരടാകത്ത്. രാജു ടൈം മെഷീനിൽ കയറി. വെരി ഗുഡ്, ഇനി രാധയും പൂട്ടണം. പെട്ടെന്ന് പുറകിന്നൊരു വിളി. ഡാഗിനി. അത് ടൈം മെഷീനിൽ നിന്ന് വന്ന കുട്ടൂസനായിരുന്നു. ആരാ? അതെന്ത് ചോദ്യമാ ഡാഗിനി? ഞാൻ കുട്ടൂസനാ. കുട്ടൂസൻ ഈ പ്രായത്തിൽ? ഇതിനെ മരിച്ച സമയത്ത് പ്രായം. ആഹഹാ. എന്താ പറഞ്ഞത്? അത് കേട്ടതും ഡാഗിനി ആകെ പേടിക്കാണ്. അതേ ഡാഗിനി, ഞാൻ കുട്ടൂസൻ തന്നെ. കൃത്യമായി പറഞ്ഞ മരിച്ചു പോയ കുട്ടൂസൻ. പിന്നെ ഡാഗിനി അവിടെ ഒരൊറ്റ സെക്കൻഡ് നിന്നില്ല. അയ്യോ പ്രേതം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം. ടൈം മെഷീനിൽ നിന്ന് വന്നത് കുട്ടൂസന്റെ ആത്മാവാണ്. അതിനിടെ ടൈം മെഷീനകത്ത് ഡാഗിനി പോയി. ഞാൻ ഇനി കെട്ടഴിക്കാം, എന്നിട്ട് പുറത്തു കിടക്കാം.